ഇന്ത്യ തങ്ങളോട് മനുഷ്യത്വരഹിതമായ ഹീനമായ പ്രവർത്തികളാണ് ചെയ്യുന്നതെന്ന് നിരന്തരം വാതോരാതെ തന്നെ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന പാകിസ്ഥാന്റെ വായടപ്പിച്ച മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന നൽകിയിരിക്കുന്നത്. ശ്രീലങ്കയിൽ കുടുങ്ങിക്കിടന്ന നൂറുകണക്കിന് പാകിസ്ഥാൻ പൗരന്മാർക്ക് രക്ഷകനായത് ഇപ്പോൾ വ്യോമസേനയാണ്. ഭാരതത്തെ മനുഷ്യത്വം പഠിപ്പിക്കാൻ പാകിസ്ഥാൻ ഇനി ഒരിക്കലും വരരുതെന്ന വ്യക്തമായൊരു സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ പേരിൽ ശത്രു രാജ്യങ്ങളിലെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യൻ വ്യോമസേനയും ജാഗ്രതയോടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഇത് വെളിവാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ മനുഷ്യ അവകാശങ്ങളെ അതേക്കുറിച്ച് പ്രസംഗിക്കുന്ന പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ നാണം കെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഒരു റിപ്പോർട്ട് ഉദ്ധരിച്ച് പാകിസ്ഥാൻ അടുത്തിടെ തന്നെ ഇന്ത്യക്കെതിരെ വിഷം വിമർശിക്കുകയും ചെയ്തിരുന്നു. നവംബർ 11-ന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ കോടതി സമുച്ചയത്തിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 36 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇന്ത്യയാണ് കുറ്റപ്പെടുത്തിയത്. എന്നിരുന്നാൽ പോലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങളെ ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ജമ്മു കാശ്മീരിൽ ഇന്ത്യ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചു. ഇസ്ലാമാബാദ് കോടതി സമുച്ചയത്തിൽ ഇന്ത്യൻ ചാവേർ ആക്രമണം നടത്താൻ തുടങ്ങി 2 തെറ്റായ പ്രസ്താവനയിലൂടെ തന്നെ അടുത്തിടെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ശ്രീലങ്കയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിന്റെ തിരമാലകൾ പാകിസ്ഥാനിലെ ഷെഹബാസ് ഷെരീഫ് സർക്കാരിനെ നുണകളുടെ ഒരു സമുദ്രത്തിന്റെ ആഴത്തിൽ കുഴിച്ചുമൂടാൻ തക്ക രീതിയിലേക്കാണ് പോയതും. മനുഷ്യത്വത്തിന്റെ പേരിൽ ശത്രു രാജ്യങ്ങളിലെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെ അല്ലെങ്കിൽ ജാഗ്രതയോടെ തന്നെ പ്രവർത്തിക്കുന്നു എന്നതും ഇതിലൂടെ വെളിവാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ മനുഷ്യാവകാശങ്ങൾ പ്രസംഗിക്കുന്ന പാകിസ്ഥാൻ ലോകത്തിനു മുന്നിൽ നാടൻ കെടുത്ത കാഴ്ചയും കാണാൻ സാധിക്കുകയാണ്. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ചുഴലിക്കാറ്റ് അതിന് നടുവിൽ പോലും നമ്മുടെ ധീരന്മാരാകട്ടെ മാലാഖമാരായി തന്നെ എത്തുകയും ചുഴലിക്കാറ്റ് നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ശ്രീലങ്കയിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാൻ സാധിക്കുകയും ഇതിൽ 350-ലധികം പേർ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവിടെ ദൂതന്മാരെ പോലെ അല്ലെങ്കിൽ മാലാഖമാരെ പോലെയാണ് ഇപ്പോൾ അവിടെ ഇന്ത്യൻ വ്യോമസേന എത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാകട്ടെ വീടില്ലാത്തവരും കാണാതായവരുമാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സ്ഥിതി കൂടുതൽ വഷളായതോടുകൂടി തന്നെ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം ഇന്ത്യൻ വ്യോമസേന ശ്രീലങ്കയിൽ ഒരു അന്താരാഷ്ട്ര ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനമായ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഓപ്പറേഷനിൽ വ്യോമസേന അവരുടെ MI-17 ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടു കൂടി തന്നെ ശ്രീലങ്കൻ പൗരന്മാരെ കൂടാതെ ജർമ്മനി, ദക്ഷിണാഫ്രിക്ക, ചെക്കോസ്ലാവിയ എന്നിവിടങ്ങളിലെ മാത്രമല്ല പോളണ്ട്, ഇറാൻ, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള 30-ലധികം വിദേശ പൗരന്മാരെയും സുരക്ഷിതമായി തന്നെ ഇപ്പോൾ അവിടെ കൊളംബോയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2022 മാർച്ചിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള രൂക്ഷമായ യുദ്ധത്തിനിടെ തന്നെ നിരവധി ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ കുടുങ്ങിക്കിടന്നിരുന്നു. ഈ വിദ്യാർത്ഥികളെ പോലും രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ വേഗത്തിൽ തന്നെ ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ചിരുന്നു. ഇതിന്റെ കീഴിൽ നിരവധി വിദ്യാർത്ഥികളെയും മറ്റ് ഇന്ത്യൻ പൗരന്മാരെയും സുരക്ഷിതമായി തന്നെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. അക്കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ വിദ്യാർത്ഥികൾക്കും സഹായഹസ്തം നീട്ടി ഇത്തരത്തിൽ അവരെ രക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ എംബസിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി പറയുന്ന ഒരു പാകിസ്ഥാൻ വിദ്യാർത്ഥിയുടെ വീഡിയോ അടക്കമാണ് വൈറലായത്. യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ നിന്ന് പാകിസ്ഥാൻ വിദ്യാർത്ഥിയായ അസ്മാൻ ഷെഫീനെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ സുരക്ഷിതമായി തന്നെ രക്ഷപ്പെടുത്തി സ്വന്തം നാട്ടിലേക്ക് തിരികെ അയച്ചിരുന്നു. തുടർന്ന് പാകിസ്ഥാൻ വിദ്യാർത്ഥിയാകട്ടെ ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അടക്കം നന്ദി പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം തലമറന്ന് എണ്ണ നീക്കുന്ന സ്വഭാവമാകുന്നത് പോലെ പാകിസ്ഥാൻ ഇതെല്ലാം മറന്നുകൊണ്ട് ഇന്ത്യയെ മനുഷ്യത്വരഹിതമായ രാജ്യമെന്ന് വിളിക്കുകയും തങ്ങളെ ക്രൂരമായി ഉപദ്രവിച്ച രാജ്യമെന്ന് വിളിക്കുകയും പല രീതിയിലും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമം നടത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ നാണം കെടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവിടെ ഉടലെടുത്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.